ഞങ്ങളുടെ സമ്പാദ്യം ഹലാലാണോ? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്, കച്ചവടം, കൂടുകച്ചവടം ഇസ്ലാമിക രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിലയിരുത്തിയോ? നിങ്ങൾ ചിന്തിച്ചുവോ? മുഹമ്മദിന്റെ ഡയറിയിൽ നിന്ന്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ നല്ല കഷ്ടതയിലായിരുന്നു ജീവിച്ചിരുന്നത്. അവർ അവരുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടി നാട്ടിൽ തുണിക്കടയിൽ പണിയെടുക്കുന്നത് ഒഴിവാക്കി ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്നു. അങ്ങനെ കുറച്ചുകാലം ഒരേ ഷോപ്പിൽ ഇവർ ജോലി നോക്കുന്നു. കുറച്ചുകാലം കഴിഞ്ഞു രണ്ടുപേരൊഴികെ എല്ലാവരും വേറെ വേറെ ഷോപ്പുണ്ടാക്കി മാറിപ്പോകുന്നു. ആ രണ്ടു സുഹൃത്തുക്കൾ കൂടി ആ ഷോപ്പ് നടത്തിപ്പിനെടുക്കുന്നു. ആ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളെപ്പോലെയാകുന്നു. ഇവർ മാസാമാസം രണ്ടു മുതലാളിമാർക്ക് ലക്ഷം വെച്ച് നടത്തിപ്പിന് തന്നതിന് കൊടുക്കുന്നു. അതിനു പുറമെ വേറെ ചിലരെയും മാസം ലാഭം കിട്ടുമെന്നറിഞ്ഞ് ഇവരുടെ കൂടെ കൂടുന്നു. അങ്ങനെയിരിക്കെ കൊറോണയും വെള്ളപ്പൊക്കവും കാരണം കട നഷ്ടത്തിലാകുന്നു. ഇവരിൽ ഒരാൾക്ക് മാസാമാസം കൊടുക്കാനുള്ളത് ലക്ഷങ്ങളാണ്. ഈ കൂടത്തിൽ കൂടിയവർ നല്ലവരുമുണ്ടാകാം, മോശമായവരുമുണ്ടാകാം. അങ്ങനെയിരിക്കെ നടത്തിപ്പിന് കൊടുത്ത മുതലാളിക്ക് അവർ കട ഒഴിവായി കൊടുക്കേണ്ടിവരുന്നു. ഇവർ ലാഭമുള്ളപ്പോൾ ഓരോ മാസവും ഓരോരുത്തർക്കും ലക്ഷം വീതം നൽകിയിരുന്നു. അവർ ഒരു ദിവസം പോലും ഷോപ്പിൽ പണിയെടുത്തില്ല, സ്റ്റോക്ക് എടുത്തില്ല, നോക്കിയില്ല. മാസാമാസം പണം വാങ്ങി നടന്നു. കൂടുമ്പോൾ തന്നത് വെറും 10 ലക്ഷവും 20 ലക്ഷവും മാത്രമാണ്. എന്നാൽ 2024 ഡിസംബർ വരെ അവർ ഇവരിൽ നിന്ന് വാങ്ങിയത് ഒരു മാസം 1 ലക്ഷം വെച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ പണം കിട്ടാതെ വന്നപ്പോൾ ഈയൊരു കൂട്ടുകാരനെ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നാട്ടിൽ വീട്ടിൽ പോയും ഭീഷണിപ്പെടുത്തി. ഇവർ ഷോപ്പ് നടത്തിപ്പിന് തുടങ്ങുമ്പോൾ 2010 തൊട്ടാണ് എന്ന് കണക്കാക്കുക. അങ്ങനെയിരിക്കെ ഇവർ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെയിരിക്കെ 2024 ഡിസംബറിൽ ഒരാള് ഹോസ്പിറ്റലിലാകുന്നു. പ്രഷർ കാരണം. എവിടെ നിന്നും സഹായിക്കാനില്ല. മാസാമാസം പലിശ കൊടുക്കുന്നതുപോലെ കൊടുക്കേണ്ടിയും വരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഭാഗം പാരലസ് ആകുന്നു. കുറച്ചുമാസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇയാളെ ഒമാനിലെ കമ്മിറ്റിയും ചിലരും കൂടി സഹായിച്ച് ഡിസ്ചാർജാക്കി നാട്ടിലേക്കയച്ച്. എന്നിട്ടും പണം കിട്ടേണ്ടവർ പലിശക്കാർ പലിശ വാങ്ങിക്കാൻ വരുന്നതുപോലെ വന്ന് പ്രശ്നമുണ്ടാക്കി തുടങ്ങി. ഇയാൾ വീട് വിറ്റ് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു. വീടിന് ഒരാൾ അഡ്വാൻസ് കൊടുത്തിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. വീട് വാങ്ങിക്കുവാൻ കുറേ പേർ വന്നു നോക്കി. കടക്കെണിയാണ് എന്നറിഞ്ഞപ്പോൾ 2 കോടിയുടെ മുതൽ വെറും 90ഉം 1 കോടിയുമാണ് പറയുന്നത്. പക്ഷേ ആ വീട് മൊത്തം പണി തുടങ്ങുന്നത് 2014 തൊട്ടാണ്. സ്ഥലം വാങ്ങിച്ചത് ഭാര്യയുടെ ഉപ്പയും വീട് വെച്ചത് അളിയന്മാരുമാണ്. 1 രൂപ ഈ കടയിൽ നിന്നെടുത്തിട്ടില്ല. എന്നിട്ടും ഭാര്യയുടെയും കുടുംബത്തിന്റെയും മാഷാ അല്ലാ നമ്മളതറിയണം. എന്നിട്ട് പോലും ഇവർ കൂടെ നിന്ന് വീട് വിറ്റുകൊണ്ടുകാൻ നടക്കുന്നത് കാണുന്നു. അഡ്വാൻസ് തന്നവർക്ക് പണം പൂർണ്ണമായി തരാൻ പറ്റിയില്ല. രജിസ്ട്രേഷൻ നടത്തേണ്ട സമയത്ത് നടന്നില്ല. വാങ്ങിച്ചവർ ഇത് പൂർത്തീകരിക്കാതെ ഹജ്ജ് ചെയ്യാൻ പോകുന്നു. ഇത് പൂർത്തീകരിക്കാതെ ഹജ്ജ് ചെയ്താൽ ശരിയാകുമോ? അങ്ങനെ ഈ കച്ചവടത്തിന് കൂടിയവർ നഷ്ടത്തിലായപ്പോൾ പോലും പണം വാങ്ങിക്കുന്നു. ഇയാൾ വേറൊരാളുടെ